രാവിലെ? ഇന്ന് എന്റെ മോന്റെ കുട്ടിയുടെ പിറന്നാളാണ്. സാറേ, ഞാൻ ഈ ടിക്കറ്റ് വഴി രാവിലെ തുടങ്ങി വിൽക്കാൻ നിന്നാണ്. ഇതുവരെ ഒരു ടിക്കറ്റ് പോലും എനിക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ല. ഒരു ടിക്കറ്റ് എങ്കിലും എടുക്ക് സാറേ. എത്ര നാളെ രാജേശ്വരിയമ്മ ഞാൻ ടിക്കറ്റ് എടുക്കുന്നു. ഒരു 100 രൂപ പോലും എനിക്ക്. ഈ ടിക്കറ്റ് ഉറപ്പായിട്ടും അടിക്ക് സാറേ. എടുത്താ മോനെ, ചിലപ്പോ നമ്മുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് അടിച്ചെങ്കിലാ. സാറേ സാറേ, ഒരെണ്ണം എടുക്ക് സാറേ. കുഞ്ഞിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ അമ്പലത്തിൽ കയറാന്ന് വിചാരിച്ചു. ഹായ്, എല്ലാരും ഉണ്ടല്ലോ. ഇന്ന് എന്റെ മോളുടെ കുട്ടിയുടെ പിറന്നാളാണ്. ആണോ? എന്റെ പോലെ ഒന്ന് പ്രാർത്ഥിക്കണം. നന്നായി. അടിച്ചു പൊളിച്ചങ്ങാട് കേക്ക് മുറിക്കണം കേട്ടാ. കേട്ടല്ല പറഞ്ഞത്. കേക്ക് ഭയങ്കര ഇഷ്ടമല്ലേ രണ്ടാക്കും. അടിച്ചങ്ങട് പൊളിക്കാൻ പോവാണ് കേട്ടാ നമ്മ ഈ ബർത്ത്ഡേ. എടാ, കേക്ക് മാത്രം നോക്കി മുറിക്കണം കേട്ടാ. അടുത്ത കൊല്ലത്തെ ബർത്ത്ഡേ നമുക്ക് ഇതിനേക്കാളും പൊളിച്ചടുക്കണം. മകനെ, എല്ലാരും വന്നല്ല. എന്നാ ഇനി കേക്ക് മുറി നടക്കട്ടെ മോനെ. ക്യാപ്പെടുത്ത് വെക്കട്ടെ. മിടുക്കന്മാര്. അടിപൊളി അടിപൊളി. മക്കളെ ഇനി മുറിക്കാലോ. കൊടു പിടിച്ചു. നിങ്ങൾ പിടിക്ക്. മുറിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിച്ചങ്ങട് പൊളിക്ക് മക്കളെ. ചേട്ടാ, ഇങ്ങോട്ട് വന്നേ. പാക്കോട്. ഞാൻ കട്ട് ചെയ്യാൻ ചേട്ടൻ കൂടെ പാക്കോട് എടുത്ത്. എന്തേ കല്യാണത്തിന് പോയിട്ട് എന്താ വിശേഷം? കല്യാണത്തിന് പോയിട്ട് നല്ല വിശേഷം തന്നെയാണ് മകനെ. എല്ലാരും കണ്ടോ? എന്റെ മകനെ എല്ലാരെയും കണ്ട്. നമ്മ ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടണ ഇതൊക്കെ തന്നെയാണല്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാരും വന്നായിരുന്നോ? എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും തിരക്കി. വലിയ ആഘോഷം. പിന്നെ നമ്മുടെ ആൾക്കാരെ അറിയാലോ, ഒരിടം തിരിപ്പ്. അതില് പറഞ്ഞേക്കണാണല്ലോ. ഞാൻ പിന്നെ ആരോട് ഭാഗം വെക്കാനൊന്നും നിന്നില്ല. നമ്മക്ക് എന്തിനാണ് അതൊക്കെ. ആ കൊച്ചിയിലെ പെണ്ണുമ്പിള്ള വന്നോ? ആ കൊച്ചിക്കാരത്തി വന്നിട്ടുണ്ടായോ? അവക്കടനേക്കൾ ഇപ്പൊ കാണാനും മാത്രം ഉണ്ട്. ഭദ്രകാളി. എന്താ മോളെ, എന്ത് പറ്റി മോക്ക്? എന്താണ് മോളെ? എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത്? എന്ത് പറ്റി? എന്താ മോളെ കാര്യം പറ. വിഷമിക്കാതെ. മനു എവിടെ? നീ എന്തിനാ കരയുന്നത്? കാര്യം എന്താണെന്ന് കരയാതെ. എന്തായാലും നമുക്ക് പരിഹരിക്കാം. ഞാൻ കുറെ നാളായി മനുവേട്ടനെ അമ്മേനെ സഹിക്കുന്നു. മനുവേട്ടൻ എന്നോട് ഭയങ്കര ദേഷ്യ. ഞാൻ എന്ത് ചെയ്താലും എന്നെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ കുറ്റം പറയും. ഏട്ടന്റെ അമ്മ എന്നെ വല്ലാതെ ഉപദ്രവിക്കും. മോള് വിഷമിക്കാതിരിക്കെ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് ഇപ്പൊ തന്നെ അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ? നമുക്കൊന്ന് മനുവിനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയണം. ചോദിച്ചറിഞ്ഞാ തന്നെ പോരാ. അവക്കടെ വീട്ടിൽ ചെന്ന് യഥാർത്ഥ കാര്യം എന്താണെന്ന് അന്വേഷിക്കുകയും വേണം. അവര് ഇനി ജീവിക്കേണ്ട ആൾക്കാരാ. അതിന് തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ രണ്ടും ചെന്നങ്ങ് തിരക്ക്. എന്നാ സമയം കളാൻ അങ്ങോട്ട് ചെല്ല്. ഞങ്ങൾ പോയിട്ട് ചെല്ല്. എനിക്ക് മതിയായ മകള് വിഷമിക്കല്ലേ. എനിക്കിനി അവിടുത്തെ ജീവിതം വേണ്ട. അച്ഛമ്മ എനിക്കിവിടെ ഒട്ടും. എന്റെ മകള് വിഷമിക്കല്ല, അച്ഛമ്മയല്ലേ ഉള്ളത്. എന്റെ മകള് വിഷമിക്കാതിരി. ഏത് കടയിൽ നട ഇന്നലെ അൽഫാം മേടിച്ചത്? 10 പൈസക്ക് കൊള്ളത്തില്ല. ബ്രാൻഡ് ഏതാണെങ്കിലും കുഴപ്പമില്ലല്ലോ. ബ്രാൻഡ് ഏത് തന്നെ ആയാലും കുഴപ്പമില്ല. പക്ഷെ തലക്ക് പിടിക്കണം. ഛർദിച്ചാലും ഒരു കുഴപ്പമില്ല.
തരികയാണെന്ന് നോക്കി. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ പോലീസിലെ റിട്ടയർഡ് ഇൻസ്പെക്ടറാണ്. ഇപ്പോഴും കള്ളന്മാരെ പിടിക്കാറുണ്ടോ? ആ, ആവശ്യത്തിന് വേണ്ടി വന്നാ ഇപ്പോഴും. നളിനിയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഞാൻ ടൗണിൽ ബിസിനസ്സാണ്. ഇവിടെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ലല്ലേ? ബിസിനസ് അല്ലേ സ്വാമി, ടെൻഷനുണ്ട്. സ്വാമി, 8 വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗം ഇവർക്കുണ്ടായിട്ടില്ല. പലരും പറഞ്ഞു സ്വാമിയെ കണ്ടാ മതിയെന്ന്. സന്താന ലഭ്യമല്ലേ, അത് നമുക്ക് ശരിയാക്കാം. അതൊക്കെ അല്ലേ ഈ ആശ്രമത്തിന്റെ ധർമ്മം. ശരി സ്വാമി. നന്ദി സ്വാമി. കോളടിച്ചല്ലോ സ്വാമി. കുറച്ച് പണം തന്ന് എന്നെ ഒന്ന് സഹായിക്കണം. തരാം, ബാക്കി കൂടി കിട്ടിക്കോട്ടെ. പിന്നെ സഹായിച്ചില്ലെങ്കിൽ സ്വാമി എന്നെ ഉപദ്രവിക്കരുത്. എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് പൊയ്ക്കോട്ടെ ഞാൻ. ഇങ്ങനെ പോയ ഈ കഞ്ഞി അധികം നാള് കുടിക്കേണ്ടി വരില്ല. എടാ മണ്ടങ്കണാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാതടാ. നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. നിന്നെ പോലുള്ളവന്മാരെ തീറ്റിപ്പോറ്റി എന്റെ കൂടെ നിർത്തുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. നിന്റെ നാക്കൊന്ന് കിട്ടടാ. എന്തിനാ? ഇങ്ങോട്ട് നീട്ടടാ. അയ്യോ ദൈവമേ, ചതിച്ചല്ലോ. ഇവന്റെ നാക്ക് കരുനാക്കാ. നിന്റെ കരുനാക്ക് വെച്ച് നീ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചാ കള്ള നായിന്റെ മോനെ, നിന്നെ വെട്ടി അരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്ക ഞാൻ, പട്ടിക്ക് ഭക്ഷണമായിട്ട്. നീ പറഞ്ഞതുപോലെ എങ്ങനെ സംഭവിച്ചാ ഞാൻ ഒറ്റക്കായിരിക്കില്ല തൂങ്ങാൻ പോകുന്നത്. നിന്നെയൊക്കെ കൊണ്ടേ ഞാൻ പോവൂ. രണ്ടാളും ഇരിക്കുക. ആ, നമുക്കൊരു ഹോമം നടത്താനുണ്ട്. അതിന് കുറച്ച് പണം ചെലവ് വരും. കുറച്ചെന്ന് പറഞ്ഞാ എത്ര ചെലവ് വരും? 1 ലക്ഷം രൂപ ചെലവ് വരും. നിങ്ങൾ കുറച്ച് തന്നാലും മതി. പണം ഞങ്ങൾക്കൊരു വിഷയമല്ല സ്വാമി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നടന്നാ മതി. എങ്കിലും ഒട്ടും താമസിക്കേണ്ട. ഒരു ദക്ഷിണ ഇവിടെ വെക്കുക. എന്നിട്ട് നാളെ രാവിലെ 6 മണിയാകുമ്പോ വരിക. ഇയാൾക്ക് ഭയങ്കര തിരക്കല്ലേ? പൂജയ്ക്ക് ഭാര്യ മാത്രം വന്നാ മതി. ഇതൊരു തരം നാരീ പൂജയാ. ഈ പൂജയ്ക്ക് പുരുഷന്റെ ആവശ്യമില്ല. താങ്കൾക്ക് തിരക്കല്ലേ? ഓ ശരി സ്വാമി. നളിനി, ആ? നീ ഒരു കാര്യം ചെയ്യ്. ഉം. ദാ ഈ രൂപ കൊടുത്തിട്ട് ആശ്രമത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളൂ. അപ്പൊ ചേട്ടനോ? എനിക്ക് കുറച്ച് ചരക്കെടുക്കാനായിട്ട് കോയമ്പത്തൂർ വരെ ഒന്ന് പോകണം. 2 ദിവസം കഴിഞ്ഞേ വരൂ. നീ കാറും കൊണ്ട് വന്നാ മതി. ആ. ഞാൻ ടാക്സി പിടിച്ച് വന്നോളാം. ആ എന്നാ ശരി ഏട്ടാ. മകളെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായില്ലേ? ഉം. അയാൾക്ക് ഇക്കാര്യത്തിൽ താല്പര്യമില്ലാത്ത ഒരാളാണെന്നാണ് തോന്നുന്നത്. പൂജയല്ല ഇതിനാവശ്യം. ആശ്രമത്തിൽ ആരും ഇല്ല. നോം കടാക്ഷിക്കാം ഒരു കുഞ്ഞിനായി. ഛേ, മാറി നിക്കടാ. ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പല്ലേ? നിന്നെ ഞാൻ കുഞ്ഞ്, അത് അതെ അതെ. സാർ, എന്നെ പൂജയ്ക്ക് ഹോമത്തിനൊന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അയ്യോ, സ്വാമി ബ്രഹ്മാനന്ദ തിരുവടികൾ വ്യാജ സന്യാസിയാണ് സാർ. ശരി സാർ. സ്വാമി എന്തു പറ്റി? എന്ത് പറ്റാൻ വരും. ആരാ പോലീസിനെ ഫോൺ ചെയ്തത്? ഞാനാ സാറ്. ആ, എന്താ വിഷയം? ഇയാൾ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറി സാറേ. ഇവനാണോ? ഇയാളാണ് സാർ. ആ, ശരിയാണ് സർ. യുവമാരെ എവിടെയോ കണ്ട് നല്ല പരിചയം എനിക്ക് തോന്നുന്നുണ്ട് സർ. സാറേ, ഞാൻ സൗത്ത് പോലീസ് സ്റ്റേഷനിലായിരിക്കുമ്പോ ഇവന്മാരുടെ കേസിലെ പ്രതികളാണ്. അത് ശരി. ഇപ്പൊ പുതിയൊരു തട്ടിപ്പുകാരി ഇറങ്ങി തിരിച്ചേക്കണല്ലേ? സാറേ, യുവമാർക്ക് നല്ല അടിയുടെ കുറവാ സാറേ. സാറേ, സന്യാസി മഠത്തിന്റെ മറവിൽ യുവമാർക്ക് പെൺപാണിപ്പവും മയക്കുമരുന്ന് കച്ചവടവും സാർ. പൊതുജനം ഇത്ര കഴുതയായി പോയല്ലോ സർ. വെറുതെ അല്ല നമ്മുടെ നാട്ടിൽ സന്യാസി മഠങ്ങളും സന്യാസിമാരും വർദ്ധിച്ചു വരുന്നത്. ജാക്കബേ, പറയൂ സാർ. ഇവരുടെ മൊഴി മേടിച്ചിട്ട് ഇവർക്കെതിരെ കേസെടുക്കും കേട്ടോ. ഓക്കെ സാർ. നിങ്ങൾ നേരെ സ്റ്റേഷനിൽ വരണം കേട്ടോ. ഞാൻ വരണ്ട. ഞങ്ങളെ ഇത്തരം ചതിക്കുഴിയിലും ചെന്ന് വീഴരുത്. സ്റ്റേഷനിലോട്ട് പോവാം.
മോനെ മാനു ഒന്നിങ്ങോട്ട് വന്നേ. ഇതാരാ വന്നിരിക്കുന്നേ? ഇരിക്കി ഇരിക്കി. ആ പോയാ അച്ഛനപ്പോ വന്നു. നീ ഇവിടെ ഇരിക്ക്, നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എന്താ മോനെ നിങ്ങൾ തമ്മിലുള്ള വിഷയം? എന്തിനാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അവൾ ഏത് നേരം മൊബൈൽ സംസാരിച്ചോണ്ടിരിക്കും. അവക്ക് വല്ല പ്രേമമുണ്ടോന്നാ എന്റെ സംശയം. അനാവശ്യം പറയരുത്. എന്റെ മോളെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തിക്കൊണ്ട് വന്നത്, നന്നായിട്ടാ വളർത്തിക്കൊണ്ട് വന്നത്. നിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുന്നത് വരെ ഒരു പേരുദോഷം അവൾക്ക് ഏൽപ്പിച്ചിട്ടില്ല. നീ മയക്കുമരുന്ന് മദ്യമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഇതൊക്കെ തോന്നുന്നത്. മകളുടെ വളർത്തുദോഷം പറയിപ്പിക്കരുത്. നീ മിണ്ടരുത്. നീ എന്താടാ പറഞ്ഞ? ഇനി നിന്റെ നാവ് പൊങ്ങിയാൽ, എന്റെ മോളെ കുറിച്ചൊരു അക്ഷരം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നിന്റെ മദ്യപാനം മയക്കുമരുന്നും ഇന്നത്തോടെ നിർത്തിയേക്കണം. മര്യാദയ്ക്ക് പെണ്ണിനെ വന്ന് കൂട്ടിക്കൊണ്ട് പോന്നേക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ ആരാന്ന് നീ അറിയും. ഇനി ഞങ്ങളെ ഇത്രയിടം വരുത്തിക്കരുത്. നിങ്ങളുടെ വലിയ കുടി കാരണം ഇവൻ ഇങ്ങനെ ആയത്. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തി മര്യാദയ്ക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ നോക്ക്. എടാ മോനെ, അവര് പറഞ്ഞ കേട്ടാ, ഇനിയെങ്കിലും നീ അവളെയും പിള്ളേരും വിളിച്ചോണ്ട് ഒന്ന് സന്തോഷത്തോടെ ജീവിക്കും. ഇല്ലെങ്കി ഇനി അങ്ങനെ നിനക്ക് അടിയിട്ടു. അമ്മ, അച്ഛൻ ഇല്ലാത്തോണ്ട് ഒരു രസമില്ല. ആ മൊബൈൽ ഇങ്ങ് തന്നെ. ഒന്ന് മിണ്ടാണ്ടിരുന്നോണം, തല്ല് കിട്ടൂട്ടാ. അച്ഛനെ വിളിക്കാം, ഐസ്ക്രീം കഴിക്കാൻ പോവാ. അമ്മ, അച്ഛൻ എവിടെയാ? ഞാൻ വിളിച്ചു നോക്കട്ടെ. അച്ഛൻ കല്യാണം കഴിഞ്ഞ് 2 വർഷം നല്ല സ്നേഹമായിരുന്നു. പിന്നെ കുട്ടികളില്ലാത്തോണ്ട് ശാരീരികമായും മാനസികമായും എന്നെ പീഡിപ്പിച്ചിട്ടേ ഉള്ളൂ. മൂക്കറ്റം മദ്യപിച്ച് അസമയത്ത് വീട്ടിൽ വന്ന് കയറുമായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു. മരിച്ചു കളയാന്ന് വരെ തോന്നിപ്പോയി. അച്ഛനോടും അമ്മയോടും എങ്ങനെ പറയുന്നു വിചാരിച്ചിട്ടാ. വിഷമാവെന്ന് കരുതി ഒന്നും പറയാഞ്ഞ് എനിക്കിനി സഹിക്കാൻ വയ്യമ്മ. എനിക്കെല്ലാം മതിയായമ്മ. ഞാൻ എന്തെങ്കിലും ജോലി എടുത്ത് എന്റെ കുട്ടികളെ നോക്കിക്കോളാം. മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഈശ്വരൻ നമുക്കിപ്പോ ഉണ്ടല്ലോ. അങ്ങനെ പറയരുത് മോളെ. മോളിപ്പോ തനിച്ചല്ല, 2 കുട്ടികളുമുണ്ട്. അതിലൊരെണ്ണം പെൺകുട്ടിയാണ്. കുടുംബജീവിതമാകുമ്പോ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ആ, മനു വന്നല്ലോ. ഇരിക്കും മോനെ. മക്കളെ വാ. അച്ഛാ, അച്ഛാ ഒരു കാര്യം ചോദിക്കട്ടെ? ഞങ്ങളെ വിട്ട് ഇനിയും പോവോ? ഇല്ല മക്കളെ, നിങ്ങളെ വിട്ട് അച്ഛനെ ഒരിടത്തും പോയില്ല. വരൂ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഞാൻ മദ്യപാനവും മയക്കുമരുന്നൊക്കെ നിർത്തി. ഇപ്പം നല്ലൊരു മനുഷ്യനായി മാറി. ഇനി നിന്നെയും എൻ്റെ പൊന്നുമക്കളെ ഞാൻ പൊന്നുപോലെ നോക്കും. അച്ഛൻ അന്ന് തന്ന ഒരടിയാണ് എൻ്റെ ഈ പുതിയ മാറ്റത്തിന് കാരണം. ഞാനിന്ന് നല്ലൊരു മനുഷ്യനായി മാറി. ഇനി എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഏട്ടാ, എന്റെ ഏറ്റവും വലിയ വിഷമം എന്നെ സംശയിക്കുന്ന. ഇനി അതുണ്ടാവോ? ഇല്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അമ്മേ, അച്ഛൻ പോയി പോവാട്ടോ. വാ മോളെ. ശരി മോളെ, നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വരൂ.